ആലപ്പുഴ മാരാരിക്കുളത്ത് റിസോർട്ട് മാഫിയയുടെ ഭൂമി ഇടപാടിൽ തീരദേശവാസികൾക്ക് വഴി നഷ്ടപ്പെട്ട സംഭവത്തിൽ റിസോർട്ട് ഉടമസ്ഥരുമായി ജനപ്രതിനിധികൾ ഇന്ന് ചർച്ച നടത്തും. MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലാണ് ചർച്ച. ജനങ്ങളുടെ ദുരിതം ന്യൂസ് 18 പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ആദ്യം 7 ഏക്കറിൽ നിന്ന് തുടങ്ങി നിർബന്ധിത ഭൂമി വിൽപ്പനയിലൂടെ 25 ഏക്കറോളം ഭൂമിയാണ് മാരാരിക്കുളം പൊള്ളൈത്തിയിലെ റിസോർട്ട് ഉടമകൾ വാങ്ങിക്കൂട്ടിയത്. കുരുവി ആൻഡ് കുരുവി, ഇൻഫ്ര, മാരാരി വില്ല പ്രോജക്ട് എന്നീ പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഉടമകളെ സംബന്ധിച്ച് കൃത്യമായ വിവരം പഞ്ചായത്ത് അധികൃതർക്കോ നാട്ടുകാർക്കോ ഇല്ല. 25 ഏക്കറിലുണ്ടായിരുന്ന തീരദേശവാസികളുടെ വഴികൾക്ക് പകരം റിസോർട്ടിന്റെ തെക്കേ അതിൽ വരുന്ന ഭാഗത്ത് കമ്പനി അധികൃതരും പൊതുജനങ്ങളും ചേർന്ന് വഴിയൊരുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ ഭൂമി വിൽപ്പന നടന്നു കഴിഞ്ഞതോടെ വഴി വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിലായി റിസോർട്ട് ഉടമകൾ. കടപ്പുറത്തെ വീടുകളെ ചുറ്റി ഭീമാകാരൻ മതിലുകൾ ഉയർന്നതോടെ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർക്ക് ബോധ്യമായി. ഈ പ്രദേശത്ത് ഈ 25 ഏക്കറിനകത്ത് ചില വീടുകളുണ്ട്. അതിനപ്പുറത്തേക്ക് മാറി 50ഓളം വീടുകൾ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന വീടുകളുണ്ട്. അവിടെ ഒന്നുള്ള ആളുകൾക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ വഴി ഉൾപ്പെടെ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊരു 50 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. ഞങ്ങളുടെ തെക്കേ സ്ഥലം മൊത്തം ഇവിടെ റിസോർട്ടുകാരെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ പോകാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഭൂമാഫിയ അവിടെ എടുത്തുകൊണ്ട് അവിടുത്തെ തിരശ്ശ റോഡുമായിട്ട് അവിടുത്തെ എന്നിൽ നിന്ന് പടിഞ്ഞോട്ട് വന്നാലേ അവർ സ്ഥലം തന്നാൽ മാത്രമേ നമുക്ക് ഈ പാലവും റോഡും ഒക്കെ യാഥാർത്ഥ്യമാകാൻ പറ്റത്തുള്ളൂ. റോഡിന് വേണ്ടി ഇട്ട് തരാനുള്ള കൺസെൻറ്റ് പോകും തരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമിഷൻ തരാം. അതിൻ്റെ ഉദ്ദേശം ഇവിടെ കൂടി ഒരു പബ്ലിക് റോഡ് വരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ തന്നെ പ്രോപ്പർട്ടിയിൽ അവരുടെ തന്നെ വഴിയിട്ടിട്ട് ജനങ്ങൾക്ക് വഴിയില്ലാതെ ബുദ്ധിമുട്ടിച്ച് ബാക്കിയുള്ളവരുടെ സ്ഥലം കൂടി നിസ്സാര വിലയ്ക്ക് വഴിയില്ലാതെ വരുമ്പം അത് നിസ്സാര വിലയ്ക്ക് കൈക്കലാക്കാനുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് തന്ത്രം തന്നെയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. കുട്ടികളും കിടപ്പ് രോഗികളും അടക്കമുള്ള 52ഓളം കുടുംബങ്ങളുടെ ദുരിതം ന്യൂസ് 18 പുറത്തുവിട്ടതിന് പിന്നാലെ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസിന്റെ പരാതിയിൽ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. വാർഡ്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികൾ ന്യൂസ് 18ന്റെ സാന്നിധ്യത്തിൽ റോഡ് നിർമ്മിച്ചു നൽകാമെന്ന് ജനങ്ങൾക്ക് പ്രദേശം സന്ദർശിച്ച് ഉറപ്പ് നൽകി. ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, വഴി കിട്ടുന്നത് വരെയാണ് ഇടപെടൽ. വഴി കിട്ടുന്നത് വരെ എപ്പോഴാണോ വഴി കിട്ടുന്നത് വരെയാണ് ഇതിനകത്ത് ഞങ്ങൾ സ്ഥിരമായി നിരന്തരമായ ഇടപെടലുണ്ടാകുന്നത്. അത് ഈ ജനങ്ങളോടൊപ്പമാണ്. ജനങ്ങൾക്ക് പുറത്തോട്ട് പോകണ്ടേ, അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നടക്കണ്ടേ, ബേസിക് കാര്യങ്ങൾ നടക്കണ്ടേ. കമ്പനി അധികൃതരുമായി സംസാരിച്ച് MLA PP ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രശ്നപരിഹാര ചർച്ച നടക്കും. വഴി നഷ്ടപ്പെട്ട നിർബന്ധിത ഭൂമി വിൽപ്പനയ്ക്ക് വിധേയരായ തീരദേശവാസികളായ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയാണ് ഇടപെടൽ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.